ഭാര്യമാരെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? എന്നാൽ പല മഹാന്മാരും ആ ഒരു പരീക്ഷണം ഏറ്റുവാങ്ങിയവരാണ്. നമുക്ക് തോന്നും നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ ഒരുപാട് മഹാന്മാർ അവരുടെ ചരിത്രം പരതിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് അവരുടെ ഭാര്യമാർ മുഖേന അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പല ആളുകളും എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞവരുണ്ട്. അവർക്കൊരു സമാധാനത്തിന് വേണ്ടി ചരിത്രങ്ങൾ അവർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇബ്നുൽ അബ്ബാദ് എന്നറിയപ്പെടുന്ന വലിയ മഹാപണ്ഡിതനുണ്ട്. മാലിക്കി മദ്ഹബിലെ അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇമാം അബൂബക്കർ മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ-ലഖ്മി റളിയല്ലാഹു അൻഹു എന്നാണ്. ഹിജറ 303 സഫർ പകുതിയിലെ ശനിയാഴ്ച മഹാനവറുകൾ വഫാത്തായി. മരണമാസന്നമായ സമയത്ത് അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ട് കിടക്കുന്ന സമയമാണ്. ആ സമയത്ത് 2 കാലുകളും കുഴഞ്ഞ് വളഞ്ഞിരുന്നു. ആ കാലുകൾ നോക്കി അദ്ദേഹം പറഞ്ഞു, റബ്ബേ, കാലുകൾ ഇടറുന്ന ഒരു സമയമുണ്ട്, സിറാത്ത് പാലം കടക്കുന്ന സമയം. ആ സമയത്ത് എന്നെ നീ അടിയുറപ്പിച്ച് നിർത്തണമേ അല്ലാ. കാരണം ഞാൻ ഈ കാലുകളെ കൊണ്ട് ഹറാമുകളിലേക്ക് നടന്നിട്ടില്ല, തെറ്റുകളിലേക്ക് നടന്നിട്ടില്ല. നീയാണ് സാക്ഷി അല്ലാ. അത്രയും സൂക്ഷ്മതയിലും വറയിലും ജീവിച്ച ആ മഹാപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം അത്ര സുഖമല്ലായിരുന്നു. കാരണം ഭാര്യ തന്നെ, കെട്ടിയ പെണ്ണ് സ്വസ്ഥത കൊടുക്കാഞ്ഞാൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ആരും ആഗ്രഹിക്കൂല. സമാധാനമാണല്ലോ ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആഗ്രഹിക്കുന്നത്. പുറത്തു പോയി വരുന്ന ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നത് താൻ വീട്ടിൽ കയറി വരുമ്പോൾ മാലാഖയെപ്പോലെ സ്വീകരിക്കുന്ന പെണ്ണിനെയാണ്. ആ പെണ്ണ് കരിപുരണ്ട വസ്ത്രത്തോടുകൂടെ, നാറ്റത്തോടുകൂടെ, ഭദ്രകാളിയെപ്പോലെ പെരുമാറുന്ന, എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്ന പെണ്ണാണെങ്കിൽ അവിടേക്ക് കയറി ചെല്ലാൻ തന്നെ ഏതൊരാണിനും കെട്ടിയ പുരുഷന് മടിയാണ്. ഷെയ്ഖിനോട് വല്ലാതെ ദേഷ്യം പിടിക്കുകയും അത് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചിട്ടും പുറത്ത് ആരുണ്ട് ഒന്നും നോക്കാതെ തൻ്റെ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കുകയും ശകാരിക്കുകയും ഏതിനും എന്തിനും കുറ്റം കണ്ടെത്തുന്നവളായിരുന്നു നമ്മുടെ പറയപ്പെട്ട മഹാനവറുകളുടെ ഭാര്യ. അങ്ങനെ ഒരു ദിവസം പുറത്തു നിന്ന് മഹാനവറുകളെ കാണാൻ വേണ്ടി, ഇബ്നുൽ അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ശിഷ്യന്മാരും സംഗമിച്ചിട്ടുണ്ട്. ആ സമയത്ത് മഹാനവറുകളെ ഭാര്യ ഒരു വേർഡ് ഉപയോഗിച്ച് വിളിച്ചു. അതെന്താണെന്നല്ലേ? ഓ വ്യഭിചാരി എന്നായിരുന്നു ഷെയ്ഖ് അവറുകളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് തൻ്റെ ഭാര്യ വിളിച്ചത്. ഇത് കേട്ട് ശിഷ്യന്മാരും കൂട്ടത്തിൽ വന്നവരൊക്കെ ഞെട്ടി. ഇതെന്ത് കഥ? കാരണം മഹാനവറുകൾ റബ്ബിനോട് തേടിയാൽ ഉടനടി ഉത്തരം, അത്രയും ദുആക്ക് ഇജാബത്തുള്ള വലിയ മഹാനാണ്. അദ്ദേഹത്തെ കാണാനാണ്, സന്ദർശിക്കാനാണ് ഒരുപാട് ആളുകൾ പുറത്തു നിന്ന് വന്നിട്ടുള്ളത്. ശിഷ്യന്മാരുമുണ്ട്. ആ സമയത്താണ് ഇത്രയും വലിയ ആരോപണം ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച് ആരോപിച്ചത്. പക്ഷേ നമ്മുടെ ഷെയ്ഖ് അവറുകൾക്ക് ഇതൊന്നും പുതുമയായി തോന്നിയില്ല. അദ്ദേഹം നെട്ടിയതുമില്ല. ഇങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് എന്ന ആ അവസ്ഥയിൽ മഹാനവറുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ വിളി കേട്ടിട്ട് കൂട്ടത്തിൽ നിന്നൊരാൾ ഷെയ്ഖ് അവറുകളോട് കാരണം തിരക്കി, നിങ്ങളങ്ങനെ വ്യഭിചാരത്തിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ വിളിക്കാൻ കാരണം എന്നൊരു തിരക്കി. അപ്പോൾ ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, ഞാൻ ആരുമായിട്ടാണ് വ്യഭിചാരം നടത്തിയത്, ബന്ധപ്പെട്ടത് എന്ന് അവളോട് തന്നെ പോയി ചോദിക്കൂ എന്ന് ഷെയ്ഖ് അവറുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അദ്ദേഹം വെള്ളാട്ടിയോടൊപ്പം, അടിമ സ്ത്രീയോടൊപ്പമാണ് അങ്ങനെ ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് അവറുകൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞു, എങ്കിൽ ആ വെള്ളാട്ടി ആരുടേതാണ്, അടിമപ്പെണ്ണ് ആരുടേതാണെന്നൊന്ന് കൂടി ചോദിക്കൂ എന്ന്. അങ്ങനെ അദ്ദേഹം വീണ്ടും ഭാര്യയോട് ചോദിച്ചു, ആരുടെ അടിമപ്പെണ്ണുമായിട്ടാണ്, വെള്ളാട്ടിയുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടത് എന്ന്.
ഉടനെ പറഞ്ഞു, ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ വെള്ളാട്ടി തന്നെയാണ്, അടിമ സ്ത്രീ തന്നെയാണ്. അപ്പോൾ ഷെയ്ഖ് അവർ പുഞ്ചിരിച്ചു. കാരണം തൻ്റെ അധീനതയിലുള്ള വെള്ളാട്ടിയുമായിട്ട് അഥവാ അടിമപ്പെണ്ണുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഇസ്ലാമിൽ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് ചീത്ത വിളികളൊക്കെ കേട്ട് പ്രയാസപ്പെട്ട് വിഷമിക്കുന്ന ഷെയ്ഖ് അവറുകൾ, ഈ ഷെയ്ഖ് അവറുകളോട് ശിഷ്യന്മാരെല്ലാവരും കൂടി വന്ന് പറഞ്ഞു, ഷെയ്ഖ് അവറുകളെ, നിങ്ങളിങ്ങനെ വിഷമിച്ച് ഈ പെണ്ണിൻ്റെ കൂടെ ജീവിക്കണ്ട, പെണ്ണിനെ നിങ്ങൾ ഒഴിവാക്കൂ, തൊലാക്ക് ചൊല്ലൂ, അവൾക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരവും എല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കി വിടൂ എന്ന് ഷെയ്ഖ് അവറുകളോട് ശിഷ്യന്മാരെല്ലാവരും ഒന്നുകൂടി പറഞ്ഞു. ആ സമയത്ത് ഷെയ്ഖ് അവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട്, കാരണം തന്നെ സ്നേഹിച്ചുകൊണ്ടാണല്ലോ ശിഷ്യന്മാരങ്ങനെ പറയുന്നത്, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അവളെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അവളെ വേറെ ആരെങ്കിലും കെട്ടും, ഏതെങ്കിലും ഒരു പാവപ്പെട്ടയാൾ. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അവർ ഇവളുടെ ഈ ദേഷ്യപ്പിടിക്കലും ഇവളുടെ കാട്ടിക്കൂട്ടലുകളും ഇവൾ പെടുത്തുന്ന പ്രയാസങ്ങളൊക്കെ ആ പാവപ്പെട്ടവൻ്റെ തലയിലാകുമല്ലോ എന്നാണ് എൻ്റെ പേടി. അപ്പോൾ വേറെ ആളെന്തിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? മാത്രമല്ല, ഇവൾ എന്നെ ഇങ്ങനെ ചെയ്യുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ വലുതുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതല്ലേ എനിക്ക് ഖൈറ്. എന്നിട്ട് ഷെയ്ഖ് അവറുകൾ തുടർന്നു, മാത്രമല്ല എനിക്കൊരു കാലമുണ്ടായിരുന്നു, ആ സമയത്ത് ആരും എനിക്ക് പെണ്ണ് തന്നില്ല, പടച്ച റബ്ബിൻ്റെ പൊരുത്തം മാത്രം കണക്കാക്കി അവളുടെ വാപ്പ എനിക്ക് അവളെ നിക്കാഹ് ചെയ്തു തന്നു. അങ്ങനെയാണ് എനിക്ക് കുടുംബജീവിതമുണ്ടായത്. ഈ രൂപത്തിൽ എന്നോട് ദയ കാണിച്ച ഒരാളോട് അവരുടെ മകളെ തൊലാക്ക് ചൊല്ലിക്കൊണ്ടാണോ ഞാൻ പ്രത്യുപകാരം ചെയ്യേണ്ടത് എന്ന് ശിഷ്യന്മാരോട് മറു ചോദ്യം ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഉണ്ടായില്ല. എൻ്റെ ഉഗ്ര സ്വഭാവിയും കലഹപ്രിയവുമായ ഭാര്യയെ ചെല്ലും ചിലവും കൊടുത്ത് സംരക്ഷിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം ചോദിച്ചാൽ ഉടനടി റബ്ബ് ഉത്തരം നൽകും. ഭയങ്കര ദുആക്ക് ഇജാബത്തുള്ള ആളുമായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു, മുഅ്മിനീങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്, എനിക്കുള്ള പരീക്ഷണം ഇവളാണ് എന്ന് മഹാനവറുകൾ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, സഹോദരന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ഭാര്യമാരുടെ പക്കലിൽ നിന്ന് വരുന്ന അപാകതകളും ദേഷ്യങ്ങളും കലഹങ്ങളും ഒരു രസത്തിൽ കാണുക, അതൊരു ചെവി കൊണ്ട് കേട്ട് മറുചെവി കൊണ്ട് വിട്ടുകളയുക എന്നല്ലാതെ കലഹിക്കാൻ പോയിട്ട് ഒരു കാര്യവുമില്ല. ക്ഷമിച്ചാൽ നല്ല മധുരമുള്ള ജീവിതം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ തരികയും മാത്രമല്ല, ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് വലിയ വിപത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാർക്കൊക്കെ നമ്മോട് നല്ല മുഹബ്ബത്തും സ്നേഹവും ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും അല്ലാഹു നൽകുമാറാവട്ടെ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാക്കി അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.